സാധു കജ്ജായിട്ട് അരിയെന്ന് ഞാനും മുത്തുകൂടി പോയത് ബാവുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി വന്നപ്പോൾ ശർക്കര ഓഫായിക്കളി ശർക്കരയും കൂടി ഇടാണ്ടോണ്ട് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് അരക്കണം കേട്ടോ. ഞാൻ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ മറ്റേ ദിവസമാവില്ലേ. അപ്പോൾ അരിയട്ടെ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ വീഡിയോയിൽ വന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ റബീഉൽ അവ്വലല്ലേ, നബിദിനം മാസം കണ്ടാൽ 1 മുതൽ 12 വരെ 12 വരെ മദ്രസയിൽ രാവിലെ മൗലൂദ് ചീരിനിയൊക്കെ കൊണ്ടുപോട്ടാ. അപ്പോൾ എല്ലാ കൊല്ലം ഞാൻ ആഗ്രഹിക്കലുണ്ട് കൊടുക്കണം എന്ന്, പക്ഷെ കഴിയാറില്ല. കഴിയാഞ്ഞിട്ടല്ല, ഇത് മുങ്ങും ചെയ്യാ, പക്ഷെ ഇപ്രാവശ്യം ഞാൻ മുങ്ങായച്ചിട്ടില്ല. ഞാൻ കൊടുക്കും. എന്താ വെച്ചാൽ അതൊക്കെ അവിടെ കൊടുത്തിട്ട് അതവിടെ ഉണ്ടാവും, മനസ്സിലായി? അതൊക്കെ അവിടെ നമ്മളിങ്ങനെ തിന്നിന് പോണേ, അതൊക്കെ നമ്മള് ആദ്യം കൂട്ടുള്ളൂ. പക്ഷെ നമ്മള് മൗലൂദിലും കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്താലിതാ ഏറ്റവും നല്ല അറ്റങ്ങളെ ദുആ ഉണ്ടല്ലോ, ഒരു പ്രാർത്ഥന, അത് ഭയങ്കര സംഭവമാണ്. പൊതുവെ നമ്മൾ എപ്പോഴും ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാല് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര പഠിക്കുന്ന കുട്ടികൾക്ക് മുതാലിമുകൾക്ക് വലിയ കാര്യം, എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ മെയിനായിട്ട് അങ്ങനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞ ആർക്കും കൊടുക്കണം എന്നുള്ളവർ എന്താണ് അങ്ങനെ പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ 19-ാം തീയതിയൊക്കെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ്. അപ്പം എന്താ ഉണ്ടാക്കാൻ വെച്ചിട്ട് കുറേ ദിവസം ആലോചിച്ച്, അത്രയും ദിവസം ഇങ്ങനെ ആലോചിച്ച് മിഠായി വേണ്ട, ബിസ്ക്കറ്റ് വേണ്ട, ഒക്കെ കുട്ടികൾക്ക് നല്ലതല്ല അല്ലേ. പിന്നെ എന്താ പറയുക, എല്ലാവരും കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ തന്നെ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കിയത് നന്നാവോ ഇല്ലയോ എനിക്കറിയില്ലല്ലോ. അപ്പം എന്താ ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച്. നമ്മൾ പെരിയിൽ ഉണ്ടാക്കണ ടേസ്റ്റാണല്ലോ, പുറത്തുനിന്ന് ഉണ്ടാക്കണ പുറത്തുനിന്ന് വാങ്ങണ മൈക്കല്ലല്ലോ. അപ്പം പറഞ്ഞ് വാങ്ങാം നമുക്ക് എന്ന്. പക്ഷെ എനിക്ക് അതിൽ താല്പര്യമില്ല. നമ്മൾ അധ്വാനിച്ച് നയിച്ചുണ്ടാക്കി കൊടുക്കണം, അത് വേറൊരു സുഖമാണ്. നമ്മൾ ഉണ്ടാക്കിക്കാണ്ട് സ്നേഹത്തോടെ കൊടുക്കണുണ്ടല്ലോ. അല്ലെങ്കിലും അത് സ്നേഹം, പക്ഷെ പൈസ കൊടുത്ത് വാങ്ങി കൊടുക്കണ രസമില്ലല്ലോ. നമ്മൾ നയിച്ച് കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു നയിച്ചുണ്ടാക്കുക എന്നറിയില്ലേ, അപ്പോൾ ആ ഒരു രസമുള്ളൂ. അപ്പോൾ കുയ്യലപ്പം ഉണ്ടാക്കുകയാണ്. 300 എണ്ണെങ്കിലും വേണം. എന്താ വെച്ചാൽ 120 കുട്ടികളുണ്ട്. പിന്നെ അവിടെ ഉള്ള കൂടിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 150 എണ്ണം ഉണ്ടാക്കണം എന്ന് മനസ്സിലുണ്ട്. 150 അല്ല, 300 എണ്ണം. എത്ര വേണ്ടി വരും? 1.5 കിലോയിലേറെ അരി എടുത്തിട്ടുണ്ട്. 300 വേണ്ടി വരും അല്ലേ? 300-ലേറെയാണോ വേണം. അപ്പം അതിൻ്റെ പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും കൊടുത്തയക്കണതും കൊണ്ടുപോകണമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അരക്കാനൊക്കെ നല്ല സംവിധാനം ഉണ്ടാവും, കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയി നോക്കട്ടാ. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളൊക്കെ ആരെയും ചെയ്താൽ കൊടുക്കലുണ്ടാ, കുട്ടികളെ മദ്രസ കൊടുത്തിട്ടുണ്ടാവും ചിലവരൊക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ കൊടുക്കണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ കൊടുക്കണല്ല, അങ്ങനെ ഉണ്ടാക്കുക, അതാണ് സംഭവം എന്ന് പറഞ്ഞതാണ്. ഒന്നുമില്ല, എനിക്കതിൽ താല്പര്യമൊന്നുമില്ല. ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ കേട്ടോ. അപ്പോൾ വീടിങ്ങോട്ട് അടുക്കളയിൽ പോയി നമ്മൾ ഇതിലാണ് അരക്കണ കേട്ടോ. ഏകദേശം ആയി തുടങ്ങിയത്. 1.5 ഏറുണ്ട്. 7 നായി അല്ലേ? എത്ര ടങ്ങള്? 7 നായി. ഞാനത് വെള്ളത്തിലിട്ട കാര്യം. പിന്നെ അതാ ശർക്കര എത്ര? 1 കിലോനാ? 1 കിലോനാ? 1 കിലോ ചില്ലറുണ്ട്. 1 കിലോന് 100. അടിപൊളി ശർക്കരയാണ് ഇത്. പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പൂയി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പൂയി കടിക്കാത്ത വേണം. അപ്പോൾ പറയാൻ മൂപ്പര് കടയിൽ നിന്ന് പറയണേ പൂയിക്കൊക്കെ എന്താ വില, അപ്പോൾ അത് ഇതിലിടാൻ കഴിയോ? ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് ഡ്രൈവിംഗ് സ്കൂൾ പോയത് എന്നിട്ടാ. ഞാനും മുത്തും കൂടി പോയത് നാളെ ഇപ്പോൾ അവിടെ എത്തിക്കണ്. സംഭവം എന്ന് വെച്ചാൽ ഞാനും മുത്തും കൂടി പോയത് ബാവുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി വന്നപ്പോൾ ഞാൻ വന്നപ്പോ ചോറ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ ഞാൻ രാവിലെ അമ്മയോട് അല്ലെങ്കിൽ മീൻ പറ്റുമെങ്കിൽ ഇവിടെ വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. പൊതുവെ ഞാൻ വരുമ്പോ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇനി നാളെ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചിക്കനൊക്കെ ഇങ്ങനെ തോന്നി. വരുമ്പോൾ ഒരു നല്ല ഞെട്ടിക്ക എല്ലാം റെഡിയാക്കി വെക്കാൻ ചോറാണ് വിളമ്പാം. പക്ഷെ റെഡി ആയതിന് മുമ്പേ ആൾ വന്ന് ചളായി. എന്നാലും
ഏകദേശം ഞാൻ തന്നെയാണ്. പക്ഷെ മസാല ഇട്ടത് അവളാട്ടാ. മസാല ഇട്ടാക്കാണ് അതിന്റെ ക്രെഡിറ്റ്. അല്ലല്ല കൈ കട്ട് ചെയ്തോണ്ട് ഞാൻ പിന്നെ മാറി അവളെ വെച്ചെടുത്ത്. അപ്പൊ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഭാവന ഉണ്ടാക്കിയത്. പിന്നെ അപ്പൊ ആ പണി അയച്ച് ചോറ് കൂട്ടിച്ചാണ് പോയത്. ശർക്കരയും ഓഫായിക്കണം. ശർക്കരയും കൂടി ഇടാണ്ടോണ്ട് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് അരക്കണം കേട്ടോ. ഞാൻ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ മറ്റേ ദിവസമാവില്ലേ. അപ്പൊ അരയട്ടെ. സാധു വെജാത്ത കജ്ജായിട്ട് അരിയണ ഫിനിഷ്. നല്ല അടിപൊളി തയ്യാർ. ആ അതുകൂടി ലൈം മുടിച്ചിട്ട് ഞങ്ങള് കൊണ്ടുവരാൻ വരെ ചിങ്കൽ ലൈമൊക്കെ വാങ്ങി തന്നീന്ന്. വേണ്ട ശർക്കര ഉരുക്കി ശർക്കര ഉരുകില്ലേ ഉരുക്കി ചൂടാറി ഇങ്ങനെ മിക്സ് ആയി അരിച്ചു വയ്ക്കുന്നുണ്ടല്ലേ. ഒന്നുമില്ല എന്നാലൊരു സമാധാനത്തിന്. ശർക്കര നല്ല കളറുമില്ലേ. സൂപ്പർ ശർക്കര. നല്ലോ ശർക്കരയും മിക്സായി പാകാണല്ലേ. മധുരം വെള്ളമൊക്കെ പാകാം. മധുരം എല്ലാം ഉണ്ട്. ആ വെള്ളം പാകണം. എത്ര ഇടാ? 1 കിലോ ശർക്കര ഇട്ടാ? ആ ഒന്നിട്ട്. ഒരുപാട് മാവുണ്ട്. ഒരുപാട് മാവുണ്ടല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് മെഷീനിൽ അരച്ച് പാകമായിട്ടുണ്ടല്ലേ. നല്ല അരിഞ്ഞു ചെയ്തിരിക്കണം. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു. ഇത് പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിക്കാണ്ട് ഏലക്കായും അതിന് കുറച്ച് മാവ് ഇട്ടുകാണ്ട് അരച്ചെടുക്കണം. അപ്പം അതിക്ക് തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കില തേങ്ങ ആയിട്ട് അരച്ചല്ലേ. അരക്കണില്ലേ. അപ്പം നെയ്യപ്പല്ല കുയ്യപ്പം. കുയ്യപ്പം പാലോടുങ്ങില്ലേ. ഉണ്ണിയപ്പം ഇതിലൊക്കെ വേണോ? എങ്ങനെയുണ്ട്? ഇതിന് മാവ് കണ്ടില്ല, നേരത്തെ കണ്ടതാണ്. പണി തുടങ്ങിക്കണേ. മാവ് നേരത്തെ കാണിച്ചാണ്. അപ്പതാ ഇങ്ങനത്തെ ഒരു 10-20 ചട്ടി വിടണം, എന്നാലേ ആവുള്ളൂ. രസമല്ലേ കാണാൻ? നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പൊ ഇത് ചുടനോടത്ത് ഒരാളെത്തിയിട്ടുണ്ട് അല്ലേ? ഒരാളെത്തിൻ്റെ ചുടനോടത്ത് ചൂടിനെ വാച്ച് ചെയ്യാനേ. പിന്നെ എങ്ങനെ തിന്നോയി കളി ചൂട് തൊള്ള കൊള്ളൂല, അതിന്റെ ഉള്ളു ചൂടറിയിട്ടിട്ടാവില്ല. ആദ്യം ചുട്ടിട്ടല്ലോ. ആദ്യം ചുട്ടില്ല. ഭക്ഷണം കഴിച്ചങ്ങളെ അമ്മ? കുഞ്ഞിപ്പ വന്ന കുഞ്ഞിപ്പ വളമ്പോ എത്തിയാ കുഞ്ഞിപ്പ? കാണാനേ നല്ല രസമുണ്ട്. മാവ് പോലെ തന്നെയാണ്, നല്ല രസം കാണാൻ, അടിപൊളിയാണ്. ഏകദേശം നേരത്രായി? 11 അപ്പൊ നമുക്കിത് രാവിലെ നേരത്തെ കൊണ്ടാടലായതുകൊണ്ടേ. ഓക്കെ, പേക്കേട്ടാണോ? പേക്കേട്ടാ
അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് 300 ശിലാൻ ഉണ്ടാക്കാണ്ടിരുന്നിട്ടാ ചുട്ട് ഏതായാലും ഒക്കെ കൊണ്ടുപോയി. രാവിലെ പൊന്നു മദ്രസക്ക് പോയപ്പോൾ ബാവ പൊന്നുവിനേറ്റാണ് പോയി സാധനം കൊണ്ടുപോയി കൊടുത്ത്. അൽഹംദുലില്ലാ സമാധാനമായി. 3 മണിയൊക്കെ കഴിയപ്പെട്ടാ ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ 300 ശിലാൻ ചുടണ്ടേ. അപ്പോൾ എന്താ പറയുക 3 മണിയൊക്കെ ഞങ്ങൾ ബാവ മുത്തൊക്കെ കിടന്നപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ കുട്ടികൾക്ക് കൊടുത്ത് കഴിച്ച്. പൊന്നു വന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമായിക്കണ്, എല്ലാവരും തിന്ന്. ആ മാവുകൊണ്ട് ഫുൾ എത്തിയില്ല, വീണ്ടും കുറച്ചും കൂടി മാവുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ശർക്കര ഉണ്ടായിരുന്നു മുമ്പ് കൊടുന്നത്, പച്ചരി ഇട്ട് വീണ്ടും കുറച്ചും കൂടി മാവുണ്ടാക്കിയിട്ടാണ് എത്തിക്കണത് കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി കൊടുത്തയച്ച്. കണ്ടില്ലേ വീഡിയോ ഒക്കെ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വന്നോലൊക്കെ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.